വെജിറ്റബിൾ ഹക്ക നൂഡിൽസിന് ആവശ്യമായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, സവോള, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും വളരെ തിന്നായി നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ചിങ്സിൻ്റെ വെജ് ഹക്ക നൂഡിൽസാണ് 140 ഗ്രാമിൻ്റെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം. വെജിറ്റബിൾസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഹക്ക നൂഡിൽസ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഹക്ക നൂഡിൽസ് ഇട്ട് ഒരു 8 മിനിറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തത്. അത് ഇൻസ്ട്രക്ഷൻസ് നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ പുറകിലുണ്ടായിരിക്കും. അതിനനുസരിച്ച് മാത്രം കുക്ക് ചെയ്യുക. ഓരോ നൂഡിൽസും ഡിഫറെൻറ്റ് വേവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം അത് ഒരു സ്ട്രെയിനറിലിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഒരു സ്പൂണോളം ഓയിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇളക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതിനുശേഷം ഒരു കടായോ ചീനച്ചട്ടി എന്തെങ്കിലും വെച്ചാൽ അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസ്, ചൈനീസ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിലേക്ക് വെളുത്തുള്ളി ഇടുക ആദ്യം. അതിനുശേഷം സവോള, സ്പ്രിംഗ് ഓണിയൻ, ക്യാരറ്റ്, ബീൻസ് ഇവ ഇട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ക്യാബേജും ക്യാപ്സിക്കവും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതൊരു 2 to 3 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച നൂഡിൽസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചിങ്സിൻ്റെ തന്നെ നൂഡിൽസിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സോസ് ഒഴിക്കുന്നതിന് പകരം യൂസ് ചെയ്യുന്നതാണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ആവശ്യത്തിന് ഈ പൗഡറും കൂടി മിക്സ് ചെയ്യും. അത് ചെയ്യുന്ന കുറച്ച് വെള്ളം കൂടി അതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് ഒരു 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ഈ സ്പ്രിംഗ് ഓണിയൻ കൂടി ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.